പൊതുവെ ഗുണപാഠത്തിനായി പറയുന്ന ഒരു കഥയുണ്ട്. ഒരു അതിസുന്ദരിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു യുവാവായ ഒരു വ്യക്തി ഈ സ്ത്രീയെ കണ്ട് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ട് മോഹിച്ചു പോയി. അങ്ങനെ ഈ യുവാവ് സ്ത്രീയുടെ അടുക്കൽ പോയി പറഞ്ഞു, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഈ യുവാവ് വീട്ടിൽ പോയി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇന്നൊരു സ്ത്രീയെ കണ്ടു, ഇന്ന സ്ത്രീയാണ്, എനിക്ക് അവളെ വളരെയധികം ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അച്ഛൻ പറഞ്ഞു, നീ ടെൻഷൻ അടിക്കില്ല, നമുക്ക് ആലോചിക്കാം, നീ ആദ്യം ആ സ്ത്രീയെ കൊണ്ടുപോവാ. അങ്ങനെ ആ സ്ത്രീയെ കൊണ്ടുവന്നു. അച്ഛൻ ആ സ്ത്രീയെ കണ്ടപ്പോൾ ആ സ്ത്രീയുടെ ഭംഗിയിൽ അങ്ങ് വീണുപോയി. അച്ഛൻ പറഞ്ഞു, മോനെ, ഇത് നിനക്ക് പറ്റിയ സ്ത്രീയല്ല, ഇവളെ ഞാൻ കല്യാണം കഴിക്കാം. അങ്ങനെ ഇവർ രണ്ടാളും തർക്കമായി. അങ്ങനെ ഇവർ രണ്ടാളും പോലീസ് സ്റ്റേഷനിൽ പോയി. ഇവർ പോലീസ് സ്റ്റേഷൻ പോയി. പോലീസ് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ അടിയാകല്ല, തർക്കാക്കല്ല, നമുക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാം, നിങ്ങളാദ്യം ആ സ്ത്രീനെ ഒന്ന് കൊണ്ടുപോവാ. അങ്ങനെ ആ സ്ത്രീനെ കൊണ്ടുവന്നു. ആ സ്ത്രീനെ കണ്ടപ്പോൾ പോലീസ് പറഞ്ഞു, ഈ സ്ത്രീ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയ സ്ത്രീയല്ല, ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, എനിക്ക് നല്ല അറിവുണ്ട്, ഈ സ്ത്രീയെ ഞാൻ കല്യാണം കഴിക്കാം. അങ്ങനെ ഇവർ 3 പേരും തർക്കമായി. അങ്ങനെ ഇവർ രാജാവിൻ്റെ അടുക്കൽ പോയി. രാജാവ് പറഞ്ഞു, നിങ്ങൾ അടിയാക്കല്ല, നിങ്ങൾ ബേജാറല്ല, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം, നിങ്ങളാദ്യം ആ സ്ത്രീനെ കൊണ്ടുപോവാ. അങ്ങനെ ആ സ്ത്രീയെ കൊണ്ടുവന്നു. രാജാവ് ആ സ്ത്രീയെ കണ്ട്, ആ സ്ത്രീയുടെ ഭംഗി കണ്ട് പറഞ്ഞു, ഈ സ്ത്രീ നിങ്ങൾക്ക് 3 പേർക്കും പറ്റിയ സ്ത്രീയല്ല, ഈ സ്ത്രീ ഒരു രാഗിണിയാവേണ്ട ഒരു സ്ത്രീയാ, ഈ സ്ത്രീയെ ഞാൻ കല്യാണം കഴിക്കാം. അങ്ങനെ 4 പേരും തർക്കമായി. അങ്ങനെ 4 പേരും തർക്കമായ സ്ഥിതിക്ക് ഈ സ്ത്രീ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ സ്പീഡിൽ ഓടാം, ആരെന്നെ ആദ്യം വന്ന് പിടിക്കുന്നുവോ അവർക്ക് ഞാൻ സ്വന്തം. അങ്ങനെ ഇവർ സമ്മതിച്ചു. അങ്ങനെ സ്ത്രീ ഓടാൻ തുടങ്ങി. ഇവർ സ്ത്രീയെ പിടിക്കാൻ വേണ്ടി സ്ത്രീയുടെ പിന്നാലെ ഓടാൻ തുടങ്ങി. അതിനിടയിൽ കിതക്കുന്നുണ്ട്, വീഴുന്നുണ്ട്, വീണ് എണീക്കുന്നുണ്ട്. അങ്ങനെ സ്ത്രീനെ പിടിക്കേണ്ട ആ ഒരു ആവേശത്തിൽ അവർ 4 പേരും ഒരു കുഴിയിലങ്ങ് വീണു. കുഴിയിൽ വീണതും ആ സ്ത്രീ പിന്നാലെ നോക്കി, ആ കുഴിയിൽ നോക്കി അവരോട് പറഞ്ഞു, എൻ്റെ പേരാണ് ദുനിയാവ്. ഇതുപോലെയാണ് നമ്മൾ മനുഷ്യന്മാർ. നമ്മൾ ദുനിയാവിൻ്റെ സുന്ദരമായ കാര്യങ്ങൾ കണ്ട് നമ്മൾ ഒരു ചതിക്കുഴിയിൽ അങ്ങ് വീഴും. നമ്മൾ കുടുംബങ്ങൾ തമ്മിൽ തല്ലി, സ്വത്തിന് വേണ്ടി തല്ലി, പൈസക്ക് വേണ്ടി ഓരോ ആൾക്കാർ ചതിച്ച് തല്ലി നമ്മൾ ഈ ദുനിയാവിൻ്റെ ഇതിൽ വീണുപോയി. അള്ളാഹു ഖുർആനിൽ പറയുന്ന ഒരു ആയത്തുണ്ട്, അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. നിങ്ങൾ ഈ ദുനിയാവിനെ നേടാനുള്ള മത്സരത്തിൽ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകും. ഏതുവരെ? ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ നിങ്ങളുടെ ഖബറിൽ എത്തുന്നത് വരെ.